ചേട്ടാ ഒരു കുപ്പി റമ്മ്. അതെ ചെറിയ പോയി നിൽക്കണോ ചെല്ല്. ഇവിടെ സത്യം പറയടി, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഇയാൾ വീട്ടിൽ വന്നത്? അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. നീ ഉറങ്ങായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന്? അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. സോറി സാർ. എന്തോ സോറി, മനുഷ്യരെ മെനക്കെടുത്താൻ ആദ്യമായിട്ടാണോ സിനിമയില്? അല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ. സോറി. എന്താ എന്റെ പേര്? ഡയാന. ആ ശരി, ഓഫ് ചെയ്തോ? ഉവ്വ് സാർ. ഓക്കെ, വൺ മോർ ടേക്ക്. ഏതാ? ഒരു കുപ്പി റമ്മ്. ബ്രാൻഡ് പറ. ബ്രാൻഡ് നല്ലതെടുത്തു. ഫുള്ള ഹാഫാ? ഹാഫ് മതി. അല്ല ഫുള്ളാക്കി എടുത്തു. ഫുള്ളിനെത്ര? അല്ല വേറെ ഗ്യാസ് ഉണ്ടാവും. വേഗം പറ. ബിയറിനല്ല ഗ്യാസ് ഉള്ളത്, നല്ല ഗ്യാസ് ഉള്ള ബിയർ. ശരി, എത്ര? 1260. 1260. ഇത് ബിയർ. അതെ അതെ, ഇത് ബിയർ, അത് റമ്മ്. ആരാ വിളിച്ചോണ്ടിരുന്നേ? വെറുതെ ഡയറക്ടറിന്റെ തെറി കിട്ടും. ഓ, എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും ഉള്ളതാ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. എന്നാ പറ്റിയേ? ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു, അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ. വിവേക് വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ എപ്പോ എത്തും? രാത്രി 9 മണിയോ? ഷോർട്ട് റെഡി, വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, ഇനി മറക്കണ്ട. ആ വിവേകാനന്ദ, അപ്പൊ മറ്റേ ലേഹ്യം വേണ്ട? മറ്റേ ലേഹ്യം അതിന് വരാ. ഈ ചൂർണം അവസാനത്തെ കണ്ടില്ലേ? ഞാൻ മറ്റേ ലേഹ്യം അടിക്കുന്ന കാര്യം താൻ എന്നാ തന്നെ ഡോക്ടർ പറഞ്ഞു. താൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. എനിക്ക് അയാളെ നല്ല വിശ്വാസ, അനുഭവം കൊണ്ട് പറയുന്നതാ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട, ഏത് ചെറിയ സാധനം വലുതാക്കും. സാറ് വന്ന ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസമായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടത് പറയും, അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണ. വേണ്ട. ആ നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ ഡൈപ്പർ മാറ്റണാണ്. ബിയറുണ്ടോ? കർത്താവേ, സാർ അടി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിൽക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്, സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി, നമുക്ക് അയച്ചിട്ട് തുടങ്ങാന്നേ സാറേ. അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാറ് വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളൂ. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചും വെച്ച് പാതിരയ്ക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചായ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. സാർ ഞാൻ പച്ചക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കട്ടെ. എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റ് ആവും. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട, ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ, ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു 1/2 മണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു.
ഒരു 1.5 കോടി രൂപയൊക്കെ തരാൻ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു അവർ പഴയ കെട്ടിടവും. അവര് തിടിച്ചു പൊളിച്ച് കളയും. സാറാടെ എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കണത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താണ്ട ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണി ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കൂട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്നാ എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. ഓ അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല. സ്വന്തം കാര്യം. അത് പച്ചക്ക് ചെയ്തിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറന്ന് 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. സാറിന് വിളിക്കട്ടെ? വേണ്ട തുടങ്ങാന്നേ. വേണ്ടാന്നേ. അതുങ്ങ ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സഹതി. അതിങ്ങന്ന് മാതാവ് എത്ര കാടാണ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഐഷു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെത്തിയോ? ആണോ? ആഹാ, എന്തേലും കഴിച്ചോ? ഇല്ല മോളെ. ഇത് കഴിച്ചോ. അമ്മക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക്? ഇല്ലെന്നേ, ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഒന്നുമില്ല, ആ ജോലി മടുത്തു. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാ. ഐഷൂസ് വ്ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട്. അത് നന്നായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ. തീർച്ചയായും. നിന്റെ വിശേഷങ്ങൾ പറ. കുറേ ഉണ്ട്, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഗുഡ് നൈറ്റ്.